അഡ്വക്കേറ്റ് ജയശങ്കർ, നാട്ടിലേക്കൊരു മുഖ്യമന്ത്രിയൊക്കെ വരുന്നതിന്റെ സന്തോഷം കാണുമല്ലേ അങ്ങേക്ക്? പല തവണ 2011 MLA സ്ഥാനം, 2011 മന്ത്രിസ്ഥാനം, 2016 KPCC അധ്യക്ഷ സ്ഥാനം, അങ്ങനെ വലിയ പോസ്റ്റുകൾ പലതും നഷ്ടപ്പെട്ടു പോയൊരു ചരിത്രമൊക്കെ സതീഷിന് പറയാനുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗം, അതിൽ KSU പ്രസിഡന്റ് സ്ഥാനം പോയതിനെ പറ്റിയും പറയുന്നുണ്ട്. അങ്ങനെ പല തവണ പലതും കയ്യിൽ നിന്ന് പോയി. പക്ഷെ അവസാനം അദ്ദേഹത്തിന് കിട്ടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയാണ്. ഈ 11ാമത്തെ ദിവസം നാടകാന്തം എല്ലാം ഭംഗിയായി എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഏറെക്കുറെ എല്ലാം ഭംഗിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അപ്പോഴും കാർമേഘങ്ങളെല്ലാം അകന്നു എന്ന് പറയാൻ പറ്റിയില്ല. അദ്ദേഹത്തേക്കാൾ സീനിയറായ, ഒരുപക്ഷെ അദ്ദേഹത്തേക്കാൾ ഭരണപരിചയവും പാർലമെൻ്ററി എക്സ്പീരിയൻസും കൂടുതലുള്ള ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന പരിഭവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ പ്രബലനായി നിൽക്കുന്ന KC വേണുഗോപാൽ അദ്ദേഹം പ്രതികാരദാഹിയായി മറുഭാഗത്ത് നിൽക്കുന്നു. ഭൂരിപക്ഷം MLA മാരും സതീശൻ വേണ്ട എന്ന അഭിപ്രായം പറഞ്ഞവരാണ്, അഥവാ KC വേണം എന്ന് പറഞ്ഞവരാണ്. നിയമസഭാ കക്ഷിയിൽ എനിക്കൂടെ 5-6 പേര് മാത്രമേ ഇദ്ദേഹത്തെ അനുകൂലിച്ചുള്ളൂ, അദ്ദേഹത്തെ അംഗീകരിച്ചു. അപ്പോൾ നിയമസഭാ കക്ഷിയുടെ മൊത്തത്തിലുള്ള ഒരു ഹിതത്തിനെതിരായിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നത്. ഒരുപക്ഷെ ഇത് ഭരണം തുടങ്ങി കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരുമായിരിക്കും, കോൺഗ്രസ് ആണല്ലോ. പക്ഷേ അത് അത്ര സുഖകരമായ ഒരവസ്ഥയിലല്ല അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ അംഗങ്ങൾ അദ്ദേഹത്തിന് താല്പര്യമെടുത്തില്ലെങ്കിലും നാട്ടുകാരുടെ ഭാഗത്ത്, ജനങ്ങളുടെ ഭാഗത്ത് വലിയ അംഗീകാരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2006 VS വന്ന പോലത്തെ ഒരു വരവാണ്. VS വരുമ്പോൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷം പേരും പുള്ളിക്കെതിരായിരുന്നു. MLA മാരിലും ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തിനോട് എതിർപ്പുള്ളവരായിരുന്നു. മന്ത്രിസഭാ അംഗങ്ങളിൽ തന്നെ തോമസ് ഐസക്, AK ബാലൻ, അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള എല്ലാവരും, എനിക്കൊണ്ട് S ശർമ്മ, അങ്ങനെ 1-2 പേര് മാത്രമേ VS ഗ്രൂപ്പുകാരായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും തന്നെ പിണറായി ഗ്രൂപ്പുകാരാണ്. അത്ര വലിയ ഒരു വിപരീത അവസ്ഥയിലാണ് അദ്ദേഹം സ്ഥാനമേറ്റത്. സതീശനും VSഉം തമ്മിൽ വേറൊരു കാര്യത്തിൽ സാദൃശ്യമുണ്ട്. VS ആദ്യമായിട്ട് ഒരു ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്. അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പോലും ഭരണാധികാരമുള്ള ഒരു പോസ്റ്റിൽ ഇരുന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറി ആയിരുന്നുണ്ട്, ജില്ലാ സെക്രട്ടറി ആയിരുന്നുണ്ട്, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുണ്ട്, മുന്നണി കൺവീനറായിരുന്നിട്ടുണ്ട്, MLA ആയിരുന്നുണ്ട്. പക്ഷേ VS ആദ്യമായിട്ട് ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഏറ്റെടുക്കുന്നത്, ഒരിക്കലും മന്ത്രിയായിട്ടിരുന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഭരണാധികാരം കൈയാളുന്ന ഒരു പദവിയിൽ ഇരുന്നുണ്ടായിരുന്നില്ല. ആദ്യം വരുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്. സതീശനും അതുപോലെ തന്നെ. അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നിട്ടില്ല, മുനിസിപ്പൽ ചെയർമാനും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ പുതിയ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ റേസിൽ നിൽക്കുന്നത് പ്രബലമായിട്ടുള്ള ആളുകളാണ്. ഒന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, മറ്റ് സീനിയോറിറ്റിയുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. പിന്നെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം, ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലീഗിന് വഴങ്ങിയോ കോൺഗ്രസ് നേതൃത്വം എന്നടക്കമുള്ള കാര്യങ്ങൾ, സതീശൻ്റെ പിടിവാച്ചി, ലീഗ് നേതൃത്വത്തിൻ്റെ പിന്തുണ, ഇതൊക്കെ ഒരു അരക്കില്ലത്തിൽ ഇരുന്നു കൊണ്ട് ഭരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സതീശനെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതല്ല, നമുക്കറിയാം 5 വർഷവും ഒരു കേഡർ സ്വഭാവത്തിൽ പാർട്ടിയെ നയിച്ച ഒരു വ്യക്തിയാണ്. കേഡർ സ്വഭാവത്തിൽ ആ രീതിയിൽ, ഒരുപക്ഷെ പരോക്ഷമായി പറഞ്ഞ ആ രീതിയിലാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ സതീശന്റെ നിലപാടുകൾ അവിടെ പ്രധാനപ്പെട്ടതായി മാറുമോ? ഇത്തരം അപസ്വരങ്ങളെയൊക്കെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണോ? എങ്ങനെയാണ് അങ്ങ് ആ കാര്യത്തിൽ വിലയിരുത്തുന്നത്? ഇത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ അദ്ദേഹത്തെ ആവശ്യപ്പെട്ടത്, കേരള കോൺഗ്രസ് തുല്യ നിലയിൽ ആവശ്യപ്പെട്ടു, തുറന്നു പറഞ്ഞു. P. ജോസഫ് TV ക്യാമറകളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നിയമസഭാ അംഗമായിട്ടുള്ള ആളെ വേണം ആ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാക്കാൻ. മുസ്ലിം ലീഗുകാർ അത്രയും പറഞ്ഞില്ല. അവരുടെ പിന്തുണ, അവരുടെ അനുഭാവം സതീശനുണ്ടായിരുന്നു. ഇനി സതീശനല്ല മറ്റൊരാൾ മുഖ്യമന്ത്രിയായിട്ട് വന്നാലും അവർ അംഗീകരിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞു. RSPയുടെ നിലപാട് ഇത് തന്നെയാണ്. മറ്റ് പാർട്ടികളുടെയും മാണി C. കാപ്പൻ്റെ വരെയും അഭിപ്രായം അങ്ങനെ തന്നെയായിരുന്നു. അവരെല്ലാവരും ഉള്ളുകൊണ്ട് സതീശനെയാണ് പിന്തുണച്ചത്. ഒരുപക്ഷെ AICC നിരീക്ഷകരോടും ഈ കാര്യം പറഞ്ഞു കാണും, ഞങ്ങൾക്ക് സതീശനോടാണ് താല്പര്യം. പക്ഷേ തീരുമാനം നിങ്ങളുടേതാണ്. ഇതിവിടെ എന്തിനാണ് ഇത് ഘടകകക്ഷികളിലേക്ക് പോയത്? ഇവിടെ 3 പേര് ഒരേ സമയത്ത് നെഞ്ചു പിടിച്ച് നിന്നുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കോൺഗ്രസിന് നിയമസഭാ കക്ഷി വിളിച്ചുകൂട്ടി ഒരാളെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഈ ഘടകകക്ഷികളെ വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു ആവശ്യമില്ല. ഘടകകക്ഷികളോട് വിളിച്ച് അവരോടൊരു അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് അവരുടെ അഭിപ്രായം പറയേണ്ടത്. അതിപ്പോൾ ലീഗിന് സതീശനോട് താല്പര്യമെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വേണുഗോപാലിനോട് താല്പര്യമെന്ന് പറയാൻ പറ്റില്ലല്ലോ.
അത് സ്വാഭാവികമായിട്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞു. മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞത് MLA-മാരുടെ കാര്യമല്ല. MLA-മാർക്ക് എന്തുകൊണ്ടാണ് വേണുഗോപാലിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായതുള്ള വേറെ കാര്യമാണ്. കാരണം ഈ മിക്കവർക്കും തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഫണ്ട് കൊടുത്ത ഇദ്ദേഹം. പിന്നെ പഴയ ഗ്രൂപ്പിനെ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ വേണുഗോപാൽ പർച്ചേസ് ചെയ്തു. അതുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽക്ക് ചാണ്ടി ഉമ്മൻ വരെയുള്ള ആളുകൾ വേണുവിനെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരായത്. നേരെ മറിച്ച് പുതുതായിട്ട് ജയിച്ചു വരുന്ന ആൾ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ മാർഗമില്ല. അത് സന്ദീപ് വാര്യർ മുതൽക്ക് നമ്മുടെ എന്താണ് വാമനപുരത്തുനിന്ന് ജയിച്ച MLA ഉണ്ട്, അദ്ദേഹം വരെയും പിന്തുണച്ച. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ മത്സരിക്കാനായിട്ട് ഫണ്ട് കൊടുത്തത് ഇദ്ദേഹമാണ്. പിന്നെ പല കാലങ്ങളിൽ ഈ സതീശൻ്റെ കൂടെ നിൽക്കി ഒരവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്ത ആളുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ നമ്മുടെ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ നയിക്കുന്ന യുവ നേതാക്കന്മാരുടെ ഒരു കൂട്ടായ്മ, അവരുമൊക്കെ ഈ കാരണത്താൽ സതീശൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു. അവരൊക്കെയാണ് സത്യത്തിൽ വേണുഗോപാലിനെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ സതീശന് ഇത്ര വലിയ ജനപിന്തുണ ജനങ്ങളുടെ ഭാഗത്ത് കിട്ടിയത് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അവരോടുള്ള എതിർക്കുന്നവരോടുള്ള എതിർപ്പുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വലിയ പിന്തുണ കിട്ടിയത്. മാത്രവുമല്ല സതീശൻ എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇത്ര വലിയ അംഗീകാരം കിട്ടിയതെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പിണറായി വിജയനെ ഇങ്ങനെ നിരന്തരമായി എതിർത്തുകൊണ്ടിരുന്നത് സതീശനാണ്. അപ്പോൾ പിണറായി വിജയനോട് അദ്ദേഹത്തിൻ്റെ ഭരണരീതിയോട് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിപ്രതിപത്തിയുണ്ട്, വലിയൊരു എതിർപ്പുണ്ട്. ആ എതിർപ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അപ്പോൾ ആ എതിർപ്പിൻ്റെ ഒരു പ്രതീകവും പ്രതിരൂപവും സതീശനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പിന്തുണ ജനങ്ങളുടെ ഭാഗത്ത് കിട്ടിയത്. ആ പിന്തുണ ജനങ്ങളിൽ നിന്നുള്ളതുകൊണ്ടാണ് ഈ 62 MLA-മാരിൽ 45 പേരുടെ പിന്തുണ ഉണ്ടായിട്ടും KC വേണുഗോപാലിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റാതെ പോയി. KC വേണുഗോപാലിനെ ആരെയും കോൺഗ്രസ്സുകാർ അംഗീകരിക്കില്ല, UDF-കാർ അംഗീകരിക്കില്ല, CPM-കാരും CPI-കാരും BJP-കാരും അംഗീകരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സ്ഥാനത്തേക്കുള്ള റൈറ്റ്ഫുൾ ക്ലൈമറ്റ്, ഒരു ലെജിറ്റിമേറ്റ് ഹെയർ എന്ന് പറയുന്നത് സതീശനാണ്. ആ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടി. അതിന് സത്യത്തിൽ സതീശൻ കടപ്പെട്ടിരിക്കുന്നത് ലീഗുകാരോടല്ല, അത് പിണറായി വിജയനോട്. ഈ പിണറായിയോടുള്ള എതിർപ്പാണ് സത്യത്തിൽ സതീശനുള്ള ഏറ്റവും വലിയ പിൻബലം.